സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. രേവതി നക്ഷത്രത്തിന്റെ മെയ് 2025 ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. രേവതി നക്ഷത്ര ജാതകരോട് പ്രപഞ്ചശക്തിക്ക് ഈ ടാരോ കാർഡുകളിലൂടെ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡായി വന്നിരിക്കുന്നത് 5 ഓഫ് wands, 9 ഓഫ് കപ്സ്, 8 ഓഫ് പെന്റക്കിൾസ്, 10 ഓഫ് swords, the sun. ആദ്യത്തെ കാർഡായി 5 ഓഫ് wands വരുമ്പോൾ വെല്ലുവിളികൾ, കോമ്പറ്റീഷൻ, തർക്കങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ തിരിയുന്ന സിറ്റുവേഷൻ ഒക്കെ സൂചിപ്പിക്കുന്നു. അനാവശ്യമായ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക. ഈ ഒരു എനർജി പോസിറ്റീവായുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. 9 ഓഫ് കാർഡ്സ് എന്ന കാർഡ് ആഗ്രഹ സഫലീകരണത്തിന്റെയും സംതൃപ്തിയുടെയും ഒക്കെ ഒരു കാർഡാണ്. നിങ്ങൾ വളർത്തിയെടുത്ത ഒരു ആഗ്രഹമോ ലക്ഷ്യമോ കയ്യെത്തും ദൂരത്ത് എത്തിയിരിക്കുന്നു. ഇമോഷണലി നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മാസം കൂടിയാണിത്. നിങ്ങൾക്ക് പ്രശംസയോ അംഗീകാരമോ ഒക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യവും ഇവിടെ കാണുന്നു. ഇവിടെ 8 ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡ് വരുമ്പോൾ നിങ്ങൾ കരിയറിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കരിയർ ഡെവലപ്മെന്റിനു വേണ്ടി ധനവും സമയവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണെന്ന് കാർഡ് സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസപരമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയത്തിന് വേണ്ടി ഇനിയും പഠിക്കാനുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് നിങ്ങളുടെ കരിയറിൽ സക്സസ് കൊണ്ടുവന്നു തരും. ഇവിടെ 10 ഓഫ് swords വരുമ്പോൾ വേദനാജനകമായ എന്തോ ഒന്ന് അവസാനിക്കുന്നു. ചിലപ്പോൾ അത് നിങ്ങളുടെ മാനസികാവസ്ഥയാവാം, റിലേഷൻഷിപ്പ്, ജോലി സാഹചര്യം, ഇതൊക്കെ ആവാം. ഇത് വളരെ പെയിൻഫുൾ ആയി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അത് നിങ്ങളുടെ വരാൻ പോകുന്ന നല്ല നാളേക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെ പ്രപഞ്ചശക്തിയുടെ ഗൈഡൻസ് മെസ്സേജായി സൺ കാർഡ് വരുമ്പോൾ വിജയം, സന്തോഷം, വ്യക്തത, അംഗീകാരം ഒക്കെ ലഭിക്കുന്ന ഒരു മാസമാണ്. ഒരു യാത്രയുടെ സാഹചര്യം ഒക്കെ സൂചിപ്പിക്കുന്നു. തൊഴിൽപരമായി ഒക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ശ്രമിക്കുന്നവരാണെങ്കിൽ, വിദേശ രാജ്യങ്ങളിലേക്ക് പോവാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ നടക്കുന്ന ഒരു മാസം കൂടിയാണ്. നിങ്ങളുടെ ഈ ഒരു മാസത്തെ എനർജി എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് പോലെയാണ്. ആളുകൾക്ക് നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഇതോടെ ഈ കാർഡ് റീഡിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.